ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവവചന പഠനത്തിലേക്ക് ദൈവമക്കളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് വ്യക്തിപരമായി നമ്മോട് സംസാരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എഫേസ്യ ലേഖനം 6-ാം അധ്യായം ആരംഭിക്കുന്നത് കുടുംബത്തിൽപ്പെട്ട എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ വ്യക്തിപരമായ ഉപദേശത്തോടുകൂടെയാണ്. ആദ്യത്തെ വാക്യം തുടങ്ങുമ്പോൾ തന്നെ എഫേസ്യ ലേഖനം 6-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ് തുടങ്ങുന്നത്: മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. മക്കൾ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിക്കണം. മാതാപിതാക്കളെ അനുസരിച്ച് വളർത്തുന്ന മക്കൾ ഏതു ജാതിയിലായിരുന്നാലും അവർ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. സദൃശവാക്യം 22:15 ശ്രദ്ധിക്കുക: ബാലന്റെ ഹൃദയത്തോട് ഭോഷത്വം പറ്റിയിരിക്കുന്നു, ശിക്ഷയ്ക്കുള്ള വടി അതിനെ അവനിൽ നിന്ന് അകറ്റിക്കളയും. സദൃശവാക്യം 23:13, Proverbs chapter 13:13, 23:13. ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്, വടി ഉപയോഗിക്കാത്തവൻ തന്റെ മകനെ പകയ്ക്കുന്നു, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു. സദൃശവാക്യം 13:24, Proverbs 13:24 അത് പറയുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നത് മക്കളെ ശിക്ഷിച്ചു വളർത്തണമെന്ന് തന്നെയാണ്. മാതാപിതാക്കൾ ശിക്ഷിക്കുന്നത് മക്കളെ സ്നേഹിക്കുന്നത് കൊണ്ടാണെന്നും അത് അവരുടെ നന്മയ്ക്കാണെന്നും അവർ മനസ്സിലാക്കണം. ദൈവവചനത്തിൽ നമുക്കറിയാം, സോദോമിനെ ഗോമോറയെ ന്യായം വിധിക്കാനായിട്ട് ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങുമ്പോൾ അത് ലോത്തിനോട് ദൈവം അരുളി ചെയ്യുമ്പോൾ ലോത്ത് തന്റെ പുത്രിപുത്രന്മാരോട് ഈ കാര്യം ചെന്ന് പറഞ്ഞു. ജെനസിസ് ചാപ്റ്റർ 19:14 വളരെ സങ്കടകരമായ ഒരു ചരിത്രമാണ്. അങ്ങനെ ലോത്ത് എന്നെ പുത്രിപുത്രന്മാരെ വിവാഹം ചെയ്യാനുള്ള മരുമക്കളോട് സംസാരിച്ചു. നിങ്ങൾ എഴുന്നേറ്റ് ഈ സ്ഥലം വിട്ട് പുറപ്പെടുവിൻ എന്ന് പറഞ്ഞു. എന്നാൽ അവൻ കളി പറയുന്നു എന്ന് അവന്റെ മരുമക്കൾക്ക് തോന്നി. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം അപ്പച്ചൻ ചെന്ന് മക്കളോട് പറഞ്ഞപ്പോൾ അവർ പറയാ, അപ്പച്ചൻ കളി പറയുകയാണെന്ന്. അതിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്ന സന്ദേശം എന്താ? He was not serious. അപ്പച്ചൻ എപ്പോഴും കളി പറയുന്ന ആളായിരുന്നു. അതിന്റെ ദുരന്തം അദ്ദേഹം അനുഭവിച്ചു. കുഞ്ഞുങ്ങളുടെ അടുത്തൊരു സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞപ്പോ അവർ അതിനെ വകവെച്ചു കൊടുത്തില്ല. ശമൂവേലിന്റെ പുസ്തകത്തിൽ ഒരു പുരോഹിതനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങൾ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചു. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർ ബലാത്കാരികളായിട്ട് മാറി. ദൈവത്തിന്റെ വഴിപാടുകളെ നിന്ദിക്കുന്നവരായിട്ട് ഏലിയുടെ മക്കൾ മാറി. അവർ ചെയ്ത പാപം യഹോവയുടെ സന്നിധിയിൽ ഏറ്റവും വലുതായിരുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. 1 ശമൂവേൽ 3-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: അവന്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അകൃത്യം അവൻ അറിഞ്ഞിട്ടും അവരെ ശാസിച്ചമർത്തായക കൊണ്ട് ഞാൻ അവന്റെ ഭവനത്തിന് എന്നേക്കും ശിക്ഷ വിധിക്കും എന്ന് ഞാൻ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. തന്റെ മക്കൾ ദൈവത്തെ ദുഷിക്കുന്നു. They are doing blasphemy. അത്ര ഘോരകൃത്യം അവർ ചെയ്യുന്നു എന്ന് അറിഞ്ഞിട്ടും ഒരു ശുശ്രൂഷകനായിരുന്ന ഏലി പുരോഹിതൻ
കുഞ്ഞുങ്ങളെ തിരുത്തുവാനായിട്ട് മനസ്സ് കാണിച്ചില്ല. അവരെ ശാസിച്ചമർത്തിയില്ല. ദൈവം അത് നോട്ട് ചെയ്ത് പറയുക, അവരെ ശാസിച്ചമർത്തിയില്ല. ദൈവമക്കളെ, ദൈവം നമുക്ക് മക്കളെ തന്നു. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തില് 4-ാമത്തെ വാക്യത്തിന്റെ ബി പാർട്ട് പറയുകയാണ്, അവരെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തണം. കർത്താവ് എങ്ങനെ ശിക്ഷിക്കുന്നത് അത് നോക്കണം. കർത്താവ് ഒരുത്തിനെ തകർക്കാനല്ല ശിക്ഷിക്കുന്നത്, അവനെ പണിതെടുക്കാനാണ് ശിക്ഷിക്കുന്നത്. ബാലശിക്ഷ നൽകുമൻ അപ്പനെങ്കിലും ചേലരും തൻ സ്നേഹം കുറഞ്ഞുപോയിട. കോപത്തിലല്ല മക്കളെ ശിക്ഷിക്കേണ്ടത്, പ്രത്യുത അവരെ അനുഗ്രഹത്തിലേക്ക് നടത്തുവാൻ, അനുസരണയിലേക്ക് നടത്തുവാൻ ആയിരിക്കണം നാം കുഞ്ഞുങ്ങളെ ശിക്ഷിക്കേണ്ടത്. ചിലർ കുഞ്ഞുങ്ങളെ കൈകൊണ്ട് അടിക്കുന്നത്, ദൈവവചനം പറയുന്നത് കുഞ്ഞുങ്ങളെ വടികൊണ്ട് അടിക്കണമെന്ന്. കൈകൊണ്ടടിച്ചാൽ അവരെ എവിടെ നമ്മൾ അടിക്കുന്നത്? ആ ദേഷ്യത്തിനായിരിക്കും നമ്മൾ അടിക്കുന്നത്. അവർ നമ്മൾ പറയുന്നത് അനുസരിക്കുന്നില്ല. ആ ശിക്ഷ സിവിയറായി പോകാൻ, മരണത്തിലേക്ക് പോലും നയിക്കപ്പെടുവാൻ സാധ്യതയുള്ളത് കൊണ്ട് ദൈവവചനം പറയാ അവരെ വടികൊണ്ടടിക്കണം. അതാണ് സദൃശവാക്യം 13:24 പറഞ്ഞത്, വടി ഉപയോഗിക്കാത്തവൻ തന്റെ മകനെ പകയ്ക്കുന്നു, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു. നമ്മെ ചെറുപ്പത്തിലെ മക്കളെ ശിക്ഷിച്ചു വളർത്തിയാൽ അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി വളരുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞു, മക്കളെ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് പ്രായം അതിനകത്തൊരു വിഷയമല്ല. മക്കൾ മാതാപിതാക്കളുടെ ഉപദേശം സകലത്തിലും പൂർണ്ണമായിട്ട് അനുസരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം സദൃശവാക്യം 6:20, കൊളോഷ്യൻസ് ചാപ്റ്റർ 3:20 ഇവിടെ എല്ലാം നമുക്ക് കാണാൻ പറ്റും. മക്കള് പ്രായമായി, വിവാഹിതരായി എങ്കിലും മാതാപിതാക്കളെ അനുസരിക്കണം. അവരെ പറ്റി കരുതലുണ്ടായിരിക്കണം. അവരുടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കണം. ആമേൻ. യേശു കർത്താവിനെ നോക്കിക്കേ. യേശു കർത്താവ് തന്റെ 12 വയസ്സിന് ശേഷം ദേവാലയത്തിൽ നിന്ന് മടങ്ങി വന്ന് മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരുന്നു. അത് മാത്രമല്ല, താൻ ക്രൂശിൽ കിടക്കുമ്പോൾ തന്റെ അമ്മയെ, തന്റെ പ്രിയ ശിഷ്യനെ ഏൽപ്പിച്ച കാര്യം വിവാഹിതരായ കുഞ്ഞുങ്ങൾ മറന്നുപോകരുത്. ആമേൻ. എഫേസ്യ ലേഖനം 5:31 പറയുന്ന, ഒരു മനുഷ്യൻ അപ്പനെ അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. അത് അപ്പനെ അമ്മയെ മറന്നു കളയുവാൻ, അവരെ പരിപാലിക്കാതിരിപ്പാൻ ഉള്ള ഒരു വാക്യമല്ല. നമുക്കറിയാം, കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി വളർത്തി വലുതാക്കിയ തലമുറകൾ, അവർ ഉണ്ണാതെയും ഉടുക്കാതെയും കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് അവരെ വളർത്തി, കരിയുണ്ട് പാടുപെട്ട് അടുത്തുള്ള വീടുകളിൽ പോയി ജോലി ചെയ്ത് വളർത്തി വലുതാക്കി വിദ്യാഭ്യാസം കൊടുത്തു കഴിയുമ്പോൾ, സ്വന്തം കാലിൽ നിന്ന് കഴിയുമ്പോൾ അപ്പനെയും അമ്മയും മറന്നു കളയുന്ന, അവരുടെ സ്വത്തുക്കൾ എഴുതി മേടിച്ച് തെരുവിലേക്ക് അവരെ ഇറക്കിക്കളയുന്ന ഒരു തലമുറ നമുക്ക് ഒരിക്കലും അറിയാൻ വയ്യാത്തതല്ലല്ലോ, നാം ദൈനംദിനം കാണുന്നതല്ലേ. തിരുവചനം എഫേസ്യ ലേഖനം 5:31, നൊന്തു പ്രസവിച്ച അമ്മയെയും മുണ്ടു മുറുക്കിയെടുത്ത് കഷ്ടപ്പെട്ട് വളർത്തിയ അപ്പനെയും മറന്നു കളയണമെന്നല്ല പറയുന്നത്, മറിച്ച് ആമേൻ, ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെന്റാ. ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും അവരെ മറക്കണമെന്നതിന് അർത്ഥമല്ല. ദൈവമക്കളെ, സ്വന്തം അപ്പനെയും അമ്മയും മറക്കുന്നവർ ഹോശിയ 8:7 മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യും, വിതയ്ക്കുന്നത് തന്നെ കൊയ്യുമെന്ന് മറക്കരുത്. ഗലാഷ്യൻസ് ചാപ്റ്റർ 6:7, ഗലാത്യ ലേഖനം 6:7 പറയുന്നു, വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. നമ്മൾ കാറ്റാണ് വിതയ്ക്കുന്നതെങ്കിൽ കൊടുങ്കാറ്റ്. എത്രയോ മോറൽ സ്റ്റോറീസ് ഉണ്ട് അല്ലേ? നമ്മുടെ അമ്മയപ്പനോട് നമ്മൾ എങ്ങനെ ചെയ്യും, അത് നമുക്ക് നമ്മുടെ തലമുറകളിൽ നിന്ന് തിരിച്ചു കിട്ടും. ഹല്ലേലൂയ. ദൈവമക്കളെ, എത്രയോ മാതാപിതാക്കൾ വഴിയരികൾ തള്ളപ്പെടുമ്പോൾ വളരെ പരിപാലിക്കുന്ന തലമുറകളുമുണ്ട്, മരുമക്കളുമുണ്ട്. അങ്ങനെയുള്ളവരെ കർത്താവ് മാനിക്കും.
നിങ്ങളുടെ തലമുറ അതിനേക്കാൾ ഭംഗിയായി നിങ്ങളെ ശുശ്രൂഷിക്കും. ഹല്ലേലൂയ. മാതാപിതാക്കളാണ് ഒരു യൗവനക്കാരന്റെ മഹത്വം എന്ന ജ്ഞാനിയായ ശലോമോന്റെ വാക്കുകൾ ഓർക്കുക. വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഒരുവനുള്ള ജ്ഞാനവും പദവിയെക്കാട്ടിലും അവൻ തന്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നതാണ് അവന്റെ മഹത്വം. സദൃശ്യവാക്യം 17:6 ഞാൻ ഈ പറഞ്ഞത്. സദൃശ്യവാക്യം 23, 25 ആവർത്തിച്ചു പറയുക. നിന്റെ അമ്മയപ്പന്മാർ സന്തോഷിക്കട്ടെ, നിന്നെ പ്രസവിച്ചവൾ ആനന്ദിക്കട്ടെ. ദൈവജനം മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് നാം മറന്നു പോകരുത്. നിങ്ങളുടെ ഹൃദയത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ തോന്നരുത്, ഇത്രയും ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ഈ കുടുംബ ബന്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രാക്ടിക്കൽ ലെസൺസ് എന്തുകൊണ്ട് ധ്യാനിക്കുന്നു. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ദൈവം മനുഷ്യനുമായിട്ടുള്ള ബന്ധം, മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ആദ്യത്തെ ബന്ധം തന്നെ കുടുംബത്തിലാണ് തുടങ്ങിയത്. കുടുംബ ബന്ധത്തിൽ നിന്നാണ് ദൈവം സൊസൈറ്റിയെ, സമൂഹത്തെ പണിഞ്ഞത്. ആ സമൂഹം ഇപ്പോഴും ആ ഒരു സ്ട്രക്ചർ തന്നെയാണ് നിലനിൽക്കുന്നത്. ദൈവം അന്ന് സ്ഥാപിച്ച അതേ സ്ട്രക്ചർ തന്നെ. ദൈവം ആദ്യം കുടുംബത്തെ സ്ഥാപിച്ചു. കുടുംബങ്ങൾ കൂടുന്നതാണ് ഒരു സമൂഹം. അത് ഇന്നും നിലനിൽക്കുന്നു. തകർന്ന കുടുംബങ്ങൾ ഒരു സമൂഹത്തിന്റെ ശാപമാണ്. തകർന്ന കുടുംബങ്ങൾ ഒരു സഭയിലുണ്ടെങ്കിൽ ആ സഭയും തകർന്ന സഭകളാണ്. തകർന്ന കുടുംബങ്ങൾ ഒരു രാജ്യത്തിനുണ്ടെങ്കിൽ ആ രാജ്യം തകർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അടിത്തറ കുടുംബത്തിലാണ്. ഹല്ലേലൂയ. ഈ ഒരു വാക്യത്തിനകത്തൊരു വാഗ്ദത്തവും ഉണ്ട്. വാഗ്ദത്തം എന്താണ്? ദീർഘായുസ്സുണ്ട്. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനും നിന്റെ അമ്മയപ്പന്മാരെ ബഹുമാനിക്കണം. So that is the key of that blessing. അമ്മയപ്പന്മാരെ ബഹുമാനിച്ചാൽ ദൈവം ഓഫർ ചെയ്തേക്കുന്ന വേറെ ആരുമല്ല, ദൈവത്തിന്റെ വചനം ഓഫർ ചെയ്തേക്കുന്നതാണ്. ഹല്ലേലൂയ. ഇത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാണെന്ന് പൗലോസ് എന്താ ഉദ്ദേശിക്കുന്നത്? ദൈവം കൊടുത്ത 10 കൽപ്പനകൾ ഇത് ആദ്യത്തേതല്ല. എന്നാൽ മറ്റു കൽപ്പനകളെല്ലാം കൽപ്പനകളായി തന്നെ ഇരിക്കുമ്പോൾ ഈ കൽപ്പനയുടെ കൂടെ ഒരു വാഗ്ദത്തം കൂടെ ദൈവം കൊടുത്തു. ആമേൻ. ആ ദൈവത്തിന് അതിൽ പ്രസാദം തോന്നി. ശ്രദ്ധിക്കേണ്ട ദൈവമക്കളെ, ഇതിനെ പരിശുദ്ധാത്മാവിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമായിരുന്നു. മറ്റ് കൽപ്പനകൾക്കൊന്നും വാഗ്ദത്തങ്ങൾ കൊടുത്തിട്ടില്ല. പക്ഷേ അമ്മയപ്പന്മാരെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ ഒരു വാഗ്ദത്തം കൂടെ ദൈവം കൊടുത്തു. നിനക്കും കൂടെ ഗുണമുള്ള കാര്യമാണ് പറയുന്നതെന്നാ പരിശുദ്ധാത്മാവ് പറയുന്നത്. സോ അമ്മയപ്പനെ ബഹുമാനിച്ചാൽ വാഗ്ദത്തം കിട്ടും, ദീർഘായുസ് കിട്ടും, നന്മ ഉണ്ടാകും, ദീർഘായുസ് ഉണ്ടാകും. ഹല്ലേലൂയ. 4-ാമത്തെ വാക്യം തുടങ്ങുന്നത് പിതാക്കന്മാരെ എന്ന് വിളിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് മാതാവിന് ഉത്തരവാദിത്വം കുറഞ്ഞുപോയെന്ന് ചിന്തിക്കരുത്. തിരുവചനം പഠിപ്പിക്കുന്ന ഒരു മഹാസത്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെ. ഒരു ശിശുവിന്റെ സ്വഭാവം അവന്റെ മാതാവ് അവനെ ഗർഭം ധരിപ്പിച്ചോ ഇരിക്കുമ്പോ കാണിക്കുന്ന സ്വഭാവത്തിനനുസരിച്ചാണ്. അതുകൊണ്ടാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, The book of Judges chapter 13 verses 4 to 5 and 13 to 14. നാസീറായി ശൈശവം തൊട്ടേ ജീവിക്കേണ്ടുന്ന ശിംശോന്റെ അമ്മയ്ക്ക് ദൈവം കൊടുക്കുന്ന ഉപദേശങ്ങൾ കാണുക. ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുമ്പോൾ തന്നെ അവന്റെ സ്വഭാവ രൂപീകരണം അവന്റെ മാതാവിൽ നിന്ന് ആരംഭിക്കുകയാണ്. അത് മെഡിക്കൽ സയൻസ് തന്നെ അതിനെ ശരിവെക്കുന്നുണ്ട്. ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുന്ന സമയങ്ങൾ സമാധാനത്തോടെ, സന്തോഷത്തോടെ, പ്രാർത്ഥനയിൽ എപ്പോഴും ആയിരിക്കുന്നെങ്കിൽ ആ കുഞ്ഞിനത് അനുഗ്രഹമായിരിക്കും. ആ വൂമ്പിലിരിക്കുന്ന ഗർഭപാത്രത്തിൽ ഗർഭസ്ഥ ശിശുവിന് കേൾക്കാൻ കഴിയും, അനുഭവിക്കാൻ കഴിയും.
അനുഭവിക്കാൻ പറ്റും. പുറമേയുള്ള ടെൻഷൻസിനെ, അതിനുള്ള വൈബ്സിനെ അവന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. യോഹന്നാൻ സ്നാപകൻ ജനിക്കുന്നതിന് മുമ്പേ എലിസബത്തിനും യേശു ജനിക്കുന്നതിന് മുമ്പേ തന്റെ അമ്മയായ മറിയയ്ക്കും ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് കുഞ്ഞു ജനിക്കുമെന്നും അവൻ ആരാകാനുള്ളവനാണെന്നും ലൂക്കോസ് 1-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നു. അവിടെ ആഹാരചര്യയുടെ കാര്യമൊന്നും എടുത്തു പറയുന്നില്ലെങ്കിലും അവർ യഹൂദ മര്യാദകൾ നന്നായി പാലിച്ചിരുന്നതിനാലും ഭക്തിയേറുന്നതിനാലും അത് വേണ്ടി വന്നില്ല എന്ന് മാത്രമല്ല, അത്രമാത്രം തന്റെ ആടുകളിൽ ഒരു തത്വം ഉപയോഗിച്ച് ലാബാന്റെ ശക്തിയുള്ള ആടുകളെ യാക്കോബ് കൈവശമാക്കിയ വിവരം ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായത്തിൽ 37 മുതൽ 42 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഒരു സ്വഭാവ രൂപീകരണം ചെറുപ്പത്തിൽ തന്നെ, വളരെ ചെറുപ്പത്തിൽ തന്നെ ആരംഭിക്കുന്നു. നമുക്കറിയാം, മാതാവാകാൻ പോകുന്ന ഒരു യുവതിക്ക് അവളുടെ കുഞ്ഞിനെ ആത്മീയരും ദൈവത്തെ അനുസരിക്കുന്നവരും അഭിഷക്തനും ആയി കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കുഞ്ഞ് ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവഭയത്തിലും ഭക്ഷണത്തിലും ഒക്കെ ദൈവഹിതത്തിനനുസരിച്ച് മൂവ് ചെയ്യുന്നെങ്കിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ ലഭിക്കാനിടയായിത്തീരും. നമ്മൾ ചിന്തിച്ചിരിക്കുന്നത് കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞ് ഒരു വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലാണ് അവരുടെ സ്വഭാവം രൂപീകരിക്കപ്പെടുന്നതാണ്. എന്നാൽ കൗൺസിലിംഗ് പറയുന്നത് ഒരു വ്യക്തിയുടെ സ്വഭാവത്തിന്റെ 50 മുതൽ 55% വരെ, അല്ല അതിലേറെ, ആ ആളിന്റെ 5 മുതൽ 6 വയസ്സ് വരെയുള്ള പ്രായത്തിനകം രൂപപ്പെട്ടിരിക്കുമെന്നാണ്. നമ്മൾ വിചാരിക്കുന്നത് അവർ വളർന്നു കഴിഞ്ഞാണ് അവരുടെ സ്വഭാവങ്ങൾ പഠിക്കുന്നത്. അല്ല, അവൻ ആരായിത്തീരണമെന്ന് അവന്റെ 6 വയസ്സിനോടകം അവന്റെ ഹൃദയത്തിനകത്ത് എഴുതി കഴിയും എന്നാണ് കൗൺസിലിംഗ് പറയുന്നത്. അതുകൊണ്ട് കുഞ്ഞിനൊന്നും മനസ്സിലാക്കാൻ കഴിവായിട്ടില്ല എന്ന് പറഞ്ഞിരിക്കാതെ നമ്മൾ ശൈശവത്തിലെ തന്നെ നല്ല സ്വഭാവം ഉണ്ടാക്കണം. കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിൽ അവരെ വളർത്തണം. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ നമ്മൾ കേട്ടിട്ടുണ്ട് മലയാളത്തിൽ. യേശു ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ശിശുക്കളെ അനുഗ്രഹിക്കാനായിട്ട് കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇന്നലെ നമ്മൾ കേട്ടതാണ്. ശിശുക്കളായിരുന്നതിനാൽ അമ്മമാരാണ് ശിശുക്കളെ കൊണ്ടുവന്ന് നമുക്ക് മനസ്സിലാക്കാം. ശിഷ്യന്മാർ അവരെ ശാസിച്ചു വന്നു, അവരെ പുറകോട്ട് മാറ്റി നിർത്തിയെന്ന് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ കർത്താവ് അവരെ മുന്നോട്ട് വിളിക്കുന്നു. കർത്താവ് അവരെ സ്വാഗതം ചെയ്യുന്നു. ശിശുക്കളെ എന്റെ അടുക്കൽ വിരുവീൻ, അവരെ തടയരുതെന്ന് പറയുന്നു. മക്കളെ ശാസിച്ചു വളർത്താത്തതിന്റെ ആപത്ത് വചനത്തിൽ നമ്മൾ പല ഭാഗത്ത് കാണുന്നു. കൈപ്പേറിയ പല ഫലങ്ങളും പലരും അനുഭവിക്കപ്പെടുന്നു, ഇൻക്ലൂഡിംഗ് ഡേവിഡ്, മധുരഗായകനായ ദാവീദ് ഉൾപ്പെടെ അത് അനുഭവിക്കേണ്ട വന്നതായി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചാൽ അതിനെ ദൈവമുമ്പാകെ സമർപ്പിക്കണം. നമുക്കറിയാം, ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന തന്നെ നമുക്കുണ്ട്. ഡെഡിക്കേറ്റ് ചെയ്യും, കുഞ്ഞുങ്ങളെ ഡെഡിക്കേറ്റ് ചെയ്യും, മാതാപിതാക്കളെ ഡെഡിക്കേറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതിനെ ദൈവത്തിന് തന്നെ തിരിച്ചു കൊടുക്കുക, വളർത്താനായിട്ട് തിരികെ മേടിക്കുക. അതാണ് ഡെഡിക്കേഷൻ. ദൈവം തന്ന ദാനമാണ് കുഞ്ഞെന്നും ദൈവ സഹായത്താൽ
ഇതിനെ വേണ്ടുവണ്ണം വളർത്താൻ സാധിക്കുമെന്നുള്ള ആശ്രയത്തെയും ഇതാണ് കാണിക്കുന്നതാണ് ഡെഡിക്കേഷൻ. കർത്താവേ, കുഞ്ഞിനെ ദൈവഹിതപ്രകാരം വളർത്തുവാൻ എനിക്ക് കൃപ തരണമേ എന്നാണ് ഈ ഡെഡിക്കേഷനിൽ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒന്ന് കുഞ്ഞുങ്ങളെ ദൈവത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കണം. ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടൊരു തലമുറയെ പറ്റിയുള്ള ഉത്തരവാദിത്വം ദൈവത്തിന്. എന്നുവെച്ചാൽ നമ്മൾ പിന്നെ ഉത്തരവാദിത്വം ഇല്ലെന്നല്ല പറഞ്ഞു, പിന്നെ അവനെ പറ്റി ഒത്തിരി ആവലാതിപ്പെടേണ്ട വരത്തില്ല. നമ്മൾ ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്യും. രണ്ടാമത്തെ കാര്യം, ബാല്യം മുതൽ തന്നെ കുഞ്ഞുങ്ങളെ വചനം അഭ്യസിപ്പിക്കണം. അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 7-ാം വാക്യം, എഫീസ്യ ലേഖനം 6-ാം അധ്യായം 4-ാമത്തെ വാക്യം, ആവർത്തന പുസ്തകം 11-ാം അധ്യായം 19-ാമത്തെ വാക്യം, ഇവിടെ എല്ലാം നമ്മൾ കാണുന്നു കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ തന്നെ ദൈവവചനം അഭ്യസിപ്പിക്കണം. ഈ ഒറ്റ കാരണത്താലാണ് അബ്രഹാമിന് ദൈവം അനുഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 18-19. ദൈവമക്കളെ, ഉപദേശവും ദൈവവചനവും ഹൃദയത്തിലില്ലാത്ത കുഞ്ഞുങ്ങൾ അവർ ശാഠ്യരും മത്സരബുദ്ധിയുള്ളവരും അവിശ്വസ്തരും ദൈവത്തിൽ നിന്ന് അകലുന്നവരുമായി തീരും എന്ന് സങ്കീർത്തനം 78-ന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് തരുന്നു. ഒരു കുഞ്ഞിനെ നമ്മുടെ കയ്യിൽ ലഭിക്കുമ്പോൾ ഒരു വൈറ്റ് ബോർഡ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന പോലെ, ഒരു വെള്ള പേപ്പർ കിട്ടുന്ന പോലെ നമ്മൾ അതിനകത്ത് എന്ത് എഴുതി ചേർക്കും, ആ കുഞ്ഞ് അതായിരിക്കും ആയിത്തീരുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക ദൈവമക്കളെ, മാത്തമാറ്റിക്സും ജോഗ്രഫിയും ബയോളജിയും സുവോളജിയും ഒക്കെ അവന്റെ മനസ്സിൽ തിരികെ കയറ്റുന്നതിന് മുമ്പേ ദൈവവചനം അവന്റെ അകത്തു കയറണം. അവൻ വചനത്തിൽ വളരണം. ഞാൻ പറഞ്ഞില്ലേ, ഞാന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചെറുപ്രായത്തിലെ സമർപ്പിക്കപ്പെടുന്നതിന് മുമ്പേ ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ കുഞ്ഞുങ്ങളെ ട്യൂഷൻ പഠിപ്പിക്കുവാൻ. ഒരു പ്രത്യേക മതത്തിലുള്ള കുഞ്ഞുങ്ങളെ 7-8 പേരെ ഞാൻ പഠിപ്പിക്കുമായിരുന്നു അറ്റ് എ സ്ട്രെച്ച്. അവരുടെ മുൻഗണന പലപ്പോഴും എന്നെ അസഹ്യപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ മാതാപിതാക്കൾ പറയും, നാളെ ഇവർക്ക് മതപഠനമുണ്ട്. ആ പദം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ്. നാളെ 7 മുതൽ 8 വരെയാണ് അവർക്ക് പള്ളിപ്പുരയിൽ പോകേണ്ടത്. എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ. ഞായറാഴ്ച 8 മുതൽ 9:30 വന്ന് 9:30 തൊട്ട് 10 വരെ ഉള്ള സമയമല്ല. ആ 9:30 തൊട്ട് 10 വരെ കുഞ്ഞുങ്ങളെ എന്തോ പഠിപ്പിക്കാൻ. പ്രാർത്ഥിച്ച് ഒരു പാട്ട് പഠിക്കുമ്പോ തന്നെ 10 മണി കഴിയും. ഗൗരവം ഉണ്ടാവണം. കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കണം. അവർ വചനം പഠിക്കണം. അവരെ മാർഷൽ ആർട്സിനും സ്പോർട്സിനും നീന്തലിനും ഒക്കെ വിടുന്നതിനേക്കാൾ അപ്പുറമായി ദൈവവചനം അവർ പഠിക്കണം. ആ മാതാപിതാക്കൾ പറയായിരുന്നു 7 മുതൽ 8 വരെ അവർക്ക് പള്ളിപ്പുര പോകണം. അതുകൊണ്ട് പഠിപ്പിക്കാൻ ആ സമയമേ ഉള്ളെങ്കിൽ നാളെ ക്ലാസ് എടുത്തില്ലേലും കുഴപ്പമില്ല. അവരതിൽ വറീതല്ല. അവർക്ക് മോർ ഇമ്പോർട്ടൻസ് അവരുടെ മതം ആണ്. അവരുടെ വേദം പഠിപ്പിക്കുവാൻ കുഞ്ഞുങ്ങൾക്കും അതിൽ ഇൻട്രസ്റ്റഡ് ആണ്. അവർ വേറൊരു ഭാഷയാണ് പഠിക്കുന്നത്. ആ ഭാഷയിൽ അവരുടെ മതഗ്രന്ഥം വായിക്കാൻ അവരെ പ്രാപ്തരാക്കുന്നു. ദൈവമക്കളെ, നമ്മുടെ ബൈബിൾ, നമ്മുടെ വചനം, ദൈവവചനം നമ്മുടെ കയ്യിൽ നമ്മുടെ ഭാഷയിൽ ലഭിച്ചിട്ടുണ്ട്. അത് വായിച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അതിനുവേണ്ടി സമയങ്ങളെ വേർതിരിക്കണം. മാതാപിതാക്കളെ അനുസരിക്കാനും പ്രായമുള്ളവരെ ബഹുമാനിക്കാനും ഭയം കാണിക്കേണ്ടവർക്ക് മുമ്പിൽ മാനം കൊടുക്കേണ്ടവർക്ക് മാനം കാണിക്കാനും ദൈവവചനത്തിന്റെ പ്രമാണത്തിൽ നിന്ന് പറഞ്ഞവരെ പഠിപ്പിക്കണം. മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ. കുഞ്ഞുങ്ങൾ നമ്മളെ കണ്ട പഠിക്കുന്നത്.
നമ്മൾ ദേഷ്യം വരും, സകലതും തല്ലി പൊട്ടിക്കുമെങ്കിൽ, ദേഷ്യം വരുമ്പോൾ എറിഞ്ഞുടയ്ക്കുമെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സ്വഭാവങ്ങൾ പ്രതീക്ഷിക്കരുത്. നമുക്ക് ദൈവത്തിലുള്ള താഴ്മയും ദൈവദാസന്മാരുള്ള വിനയവും ദൈവത്തോടുള്ള കമ്മിറ്റ്മെന്റും നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പകരപ്പെടും എന്ന് ഓർത്തുകൊള്ളുക. നമ്മുടെ പോസിറ്റീവ് സൈഡ് മാത്രമല്ല, നെഗറ്റീവ് സൈഡും അവർ അപ്പടി പകർത്തുമെന്ന് ദൈവമക്കളെ നാം മറന്നു പോകരുത്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ദൈവം എല്ലാവരിൽ നിന്നും ആഗ്രഹിക്കുന്നത് ദൈവഭയം, താഴ്മ, സത്യസന്ധത, വിശ്വസ്തത, സ്നേഹം എന്നിത്യാദി ഉദാഹരണ സഹിതം കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലെ പഠിപ്പിക്കണം. അവരുടെ മനസ്സിൽ കയറ്റണം, നമ്മൾ ലോകക്കാരല്ല, നമ്മൾ ലോകത്തിൽ സമരസപ്പെട്ട ആ ഒഴുക്കിനനുസരിച്ച് പോകേണ്ടവരല്ല നമ്മളെന്ന് കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ കയറ്റണം. റോമൻസ് ചാപ്റ്റർ 12. അങ്ങനെ ലോകത്തോട് അനുരൂപപ്പെട്ട് ജീവിക്കുന്നവരെ ദൈവത്തിന്റെ ശത്രുക്കളായി ദൈവം കാണുന്നുവെന്ന് കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിനകത്ത് കയറ്റണം. ഹല്ലേലൂയ. അവരത് മനസ്സിലാക്കണം. ഗ്ലോറിഫൈ യുവർ നെയിം ജീസസ്. അവർ ഹൃദയത്തിനകത്ത് അത് കയറണം. ലോക സ്നേഹം അല്ല, ദൈവത്തോടുള്ള സ്നേഹം അവരിലോട് പകരണം. ലോക സ്നേഹം ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. ഒരാളുടെ സ്വഭാവത്തിന്റെ 25% ലഭിക്കുന്നത് അവന്റെ കൂട്ടുകാരിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ദൈവ പൈതലെ ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരണമെങ്കിൽ അവർക്ക് ചെറുപ്പത്തിൽ തന്നെ ലഭിക്കുന്ന കൂട്ടുകാര് ദൈവത്തെ ഭയപ്പെടുന്നവരായിരിക്കണം. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. എക്കാലവും നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ഒക്കത്ത് വെച്ച് വളർത്താൻ പറ്റത്തില്ല. അവരെ പഠിക്കാനായിട്ട് പുറത്തു വിടേണ്ടവരും, അവർ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും. ലോകത്തിന്റെ പല കാര്യങ്ങൾ അവർ കാണും. അവർ ലോകത്തിലേക്ക് ചെല്ലുമ്പോൾ അവർ ലോകക്കാരായി തീരാതിരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി രക്തത്തിന്റെ വലയം കെട്ടി അവർക്ക് വേണ്ടി കണ്ണുനീരോടെ ഹന്ന പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കണം. ദൈവമക്കളെ, അവർക്ക് നല്ല കൂട്ടുകാരെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നല്ല കൂട്ടുകാരെ കിട്ടാൻ വേണ്ടി. നമുക്കറിയാം 119 സങ്കീർത്തനം 63 വാക്യം ഇങ്ങനെയാ പറയുന്നത്: നിന്നെ ഭയപ്പെടുകയും നിന്റെ ന്യായപ്രമാണങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ കൂട്ടാളിയാകുന്നു. ദൈവത്തെ ഭയപ്പെടുന്ന, ദൈവ വഴിയിൽ നടക്കുന്ന കൂട്ടുകാരെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. യേശു കർത്താവിന്റെ ശുശ്രൂഷയുടെ കാലയളവില് ഒരു പക്ഷപാത രോഗിയെ കൊണ്ടുവന്നു. ജനക്കൂട്ടം നിമിത്തം അവനെ അകത്തു കൊണ്ടുവരാൻ പറ്റിയില്ല. പക്ഷെ അവനെ കൊണ്ടുവന്നവർ വിചാരിച്ചു, ഞങ്ങൾ ഇവരെ കൊണ്ടുവന്നെങ്കിൽ ഇവന് സൗഖ്യം മേടിച്ചു കൊടുത്തേ ഒക്കത്തുള്ളൂ. ആ രോഗിയുടെ എന്തെങ്കിലും ഡെഡിക്കേഷൻ കൊണ്ടല്ല അവൻ സൗഖ്യമായത്. അവനെ കൊണ്ടുവന്ന ആൾക്കാർ മേൽക്കൂര പൊളിച്ച് അവനെ താഴെ യേശുവിന്റെ മുന്നിൽ കൊണ്ടുവന്നു. സോ കീപ് ഇൻ മൈൻഡ്, നമ്മുടെ കൂട്ടുകാർക്ക് നമ്മളെ യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. യേശുവിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന കൂട്ടുകാരുണ്ട്, യേശുവിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുന്ന കൂട്ടുകാരുണ്ട്. അടുത്ത കാര്യം, ആരാധനയ്ക്ക് ഇൻട്രസ്റ്റ് ഉള്ളവരാക്കി ആരാധനയിലേക്ക് അവരെ ഉത്സാഹിപ്പിക്കണം. അവർക്ക് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരാക്കി തീർക്കണം. ഞായറാഴ്ച രാവിലെ 9:30 വരെ കിടന്നുറങ്ങുന്ന ഒരു മാതാപിതാക്കളാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ദൈവകാര്യത്തിൽ ഉത്സാഹമുള്ളവരായി തീരത്തില്ല. ഈ കാര്യത്തിൽ നല്ലൊരു പങ്ക് മാതാപിതാക്കൾക്കുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ ആരാധനയിൽ ഉത്സുകരല്ലാത്തവരായി തീരുമ്പോ ദൈവദാസന്മാരെയോ സഭയിലെ കൊയറിനെയോ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ നമ്മൾ ഉത്സാഹിപ്പിക്കണം. നമ്മൾ ധരിക്കുന്ന വസ്ത്രം പോലും, നമ്മൾ സൺഡേയിൽ ഉടുക്കുന്ന ഡ്രസ്സ് പോലും നമ്മുടെ കുഞ്ഞുങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും.
എന്റെ ശുശ്രൂഷ ജീവിതത്തില് ചില കുഞ്ഞുങ്ങളെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. 10 മണിക്ക് ആരാധന തുടങ്ങുമ്പോ പലപ്പോഴും ഒരു ശുശ്രൂഷ മേഖലയിൽ അവരെ കൈപിടിച്ച് കയറ്റാൻ ശ്രമിച്ചിട്ട് അവരതിൽ ഇൻട്രസ്റ്റഡ് അല്ല. അവർക്കതൊരു ഒരു ക്രോസ് അവരുടെ ദേഹത്ത് വെച്ചു കൊടുക്കുന്ന പോലെ അവർക്ക് തോന്നിയിട്ട് ചിലർ എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ പ്ലീസ് ഡോണ്ട് ഇൻവൈറ്റ് മീ, എന്നെ വിളിക്കരുത്, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്, എന്നെ അതിനകത്ത് പങ്കാളിയാക്കരുത്. ചില കുഞ്ഞുങ്ങളെ ശ്രദ്ധയുണ്ട്, ബാച്ചിലേഴ്സ് ആയിട്ട് പഠിക്കാൻ വരുന്നവർ ബോംബെ നമുക്കറിയാലോ, ചുളുങ്ങിയ വസ്ത്രം ഇട്ടിട്ട് വീട്ടിലിടുന്ന പോലത്തെ ഡ്രസ് ഇട്ടോണ്ട് ഉറക്കച്ചടത്തോടെ കയറി വരുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ അവർ ദൈവദാസന്മാരുടെ മക്കളായിരിക്കും. കള്ളം പറഞ്ഞ് പ്രാർത്ഥന ആരാധന സ്കിപ്പ് ചെയ്യുന്നവരുണ്ട്. ഇത് എവിടുന്ന് കിട്ടിയതാണ് ഇവർക്ക് ഈ സ്വഭാവം? I believe that they copied from their family. അപ്പനമ്മമാരിൽ നിന്ന് കോപ്പി ചെയ്യാൻ സാധ്യതയുണ്ട്. ആമേൻ. നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ ഞായറാഴ്ച അപ്പനും അമ്മയും സഭയിൽ പോകുമ്പോൾ ഒരു വെൽ ഡ്രസ്ഡ് ആയിട്ട് പോകുമ്പോൾ അവർക്ക് മനസ്സിലാകും എന്തോ ഒരു പ്രത്യേകതയുണ്ട്. വീട്ടിലത്തെ ഡ്രസ് ഇട്ടോണ്ട് തേക്കാതെ ഉറക്കച്ചടത്തോടെ പോകേണ്ട സ്ഥലമല്ല ആരാധന. പ്രാർത്ഥനയോടെ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന് ആരാധന അർപ്പിക്കാൻ പോകുന്ന സ്ഥലമാണെന്ന് അവർ മനസ്സിലാക്കണം. വേദശാസ്ത്രിമാര് പറഞ്ഞു, ഇസഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോകുമ്പോ ഇസഹാക്കിന് വേണേ അപ്പൻ പ്രായവധിക്കത്തുള്ള അപ്പനെ തട്ടിമാറ്റി രക്ഷപ്പെടാൻ പറ്റുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് താന് കൈകെട്ടുവാൻ കാലുകെട്ടുവാൻ സമർപ്പിക്കപ്പെട്ടു? അവനറിയാം യാഗം കഴിക്കാനായിട്ടൊരു യാഗപീഠത്തിൽ കയറ്റി കിടത്തിയാൽ തുണ്ടം തുണ്ടമായി മുറിക്കുമെന്നും അല്പസമയം കഴിയുമ്പോൾ ചാരമാകാൻ പോകുന്നതാണെന്നും ഇസഹാക്കിനറിയാം. അവന് വേണേൽ ഇങ്ങനെ ചിന്തിക്കാം, എന്റെ അപ്പൻ അൽഷിമേസ് വന്നേക്കുവാണ്, എന്റെ അപ്പന് എന്തോ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്, അങ്ങനെയൊക്കെ വേണേ ചിന്തിച്ചു കുതറി തട്ടിമാറ്റി ഓടി രക്ഷപ്പെടുവാൻ ഇസഹാക്കിന് പറ്റുമായിരുന്നു. പക്ഷെ ശ്രദ്ധിക്കണമേ, ദൈവത്തിന്റെ വഴികൾ കേട്ട് ദൈവത്തിന്റെ വാക്കുകൾ കേട്ടൊരു പൊട്ടനെ പോലെ ഇറങ്ങിത്തിരിച്ച അബ്രഹാമിന്റെ മകനും ദൈവസന്നിധിയിൽ ഒരു പൊട്ടനാകാൻ തീരുമാനിച്ചു. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ദൈവമക്കളെ, നമ്മൾ ദൈവത്തിനു വേണ്ടി പൊട്ടന്മാരാകാൻ തീരുമാനിച്ചാൽ, ദൈവത്തിന് വേണ്ടി ചിലതിനെയൊക്കെ എറിഞ്ഞു കളയുവാൻ തീരുമാനിച്ചാൽ, ഹാലിൽ നമ്മുടെ തലമുറ ദൈവത്തിനു വേണ്ടി അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ആമേൻ, ഹല്ലേലൂയ. ആരാധനയുടെ വിശുദ്ധിയും ഭയവും കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കണം. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോ വളരെ അലക്ഷ്യരായിട്ട് കുഞ്ഞുങ്ങൾ സഭായോഗത്തിലും ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അവരെ തിരുത്തുവാനോ അവർക്ക് പറഞ്ഞു കൊടുക്കാനോ മാതാപിതാക്കൾ ഒരിക്കലും വിമുഖത കാണിക്കരുത്. അവർക്ക് പറഞ്ഞു കൊടുക്കണം, മക്കളെ ഇത് കുഞ്ഞുങ്ങളെ ഇത് ദൈവസന്നിധിയാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതവും നിങ്ങളുടെ ഭയഭക്തിയും നിങ്ങളുടെ കണ്ണുനീരും കണ്ട് നമ്മുടെ തലമുറകൾ പഠിക്കണം. അടുത്തതായിട്ട് നമ്മുടെ സഭയുടെ അടിസ്ഥാന ഉപദേശം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിനകത്ത് കയറ്റണം. ദുരുപദേശം അവരുടെ ഹൃദയത്തിനകത്ത് കയറത്തില്ല. അവർക്ക് സത്യസുവിശേഷം, സത്യവചനം അവർക്ക് അറിയാമെങ്കിൽ അവർ ഒരു ദുരുപദേശത്തിലും പോയി പെടത്തില്ല. ദൈവവചനം മനഃപ്പാഠമാക്കാൻ ചെറുപ്പത്തിൽ തന്നെ അവരെ പഠിപ്പിക്കണം. ചെറുപ്പത്തിൽ വളരെ എളുപ്പമാണ്. പണ്ടത്തെ കാലത്തൊക്കെ ഒരു വാക്യം ഒരു ദിവസം കാണാതെ പഠിക്കാതെ അപ്പനമ്മമാര് അവർക്ക് ആഹാരം കൊടുത്തിരുന്നില്ല. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ പിന്നീട് കർത്താവ് ശക്തമായി ഉപയോഗിച്ചു. ഒരു കാര്യം, ഒരു സീക്രട്ട് ഞാൻ നിങ്ങളോട് പറയാം. ദൈവത്തിന്റെ കയ്യങ്ങളിൽ ഉപയോഗിക്കപ്പെട്ട ഭക്തന്മാരുടെ എല്ലാ ഹൃദയത്തിൽ ദൈവവചന ഹൃദയസ്ഥമാക്കിയിട്ടുള്ളവരാ. നിങ്ങൾക്ക് വെളിപ്പാടുണ്ടായിരിക്കാം, പ്രസംഗചാതുര്യം ഉണ്ടായിരിക്കാം, ലോകപ്രകാരം ദൈവം നിങ്ങൾക്ക് ഇങ്ങനത്തെ കഴിവുകളെല്ലാം തന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ ആ സീക്രട്ട് എന്താണ്? നിങ്ങളുടെ അകത്ത് എന്തോ ഒരു ദൈവവചനമുണ്ടോ അത്ര മാത്രമേ നിങ്ങൾക്ക് ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം സദൃശ്യവാക്യം Proverbs chapter 22:6 says, ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കുക. ഹല്ലേലൂയ. അഭ്യസിപ്പിക്കുക. ട്രെയിൻ അപ്പ് ദ ചൈൽഡ്. സൺഡേ സ്കൂളിലും 4 വർഷം വിടുന്ന കാര്യമല്ല പറയുന്നത്. അവനെ അഭ്യസിപ്പിക്കുക, ട്രെയിൻ ചെയ്യുക.
ട്രെയിനിങ് കൊടുക്കുക. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ദൈവമക്കളെ, തലമുറകളെ ദൈവം നമുക്ക് തന്നതാ. അവരെ കർത്താവിന് വേണ്ടി വളർത്തുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഒരു ദേശത്തിന്റെ, ഒരു രാജ്യത്തിന്റെ സ്വത്താണ് അവിടുത്തെ യൗവനക്കാരൻ, തലമുറകൾ. അടുത്തു വരുന്ന തലമുറ നഷ്ടപ്പെട്ടു പോയാൽ they are the future church. നമുക്ക് ശേഷം ആരെന്നുള്ള ചോദ്യത്തിന് ദൈവം തന്ന അനുഗ്രഹമാണ് നമ്മുടെ തലമുറയെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഒരു കുഞ്ഞിന് വേണ്ടി അവന്റെ അമ്മയും അപ്പനും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേട്ടാൽ അറിയാം അവൻ എന്താകാനാ അവർ ആഗ്രഹിക്കുന്നത്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കർത്താവെ, അവനെ സൂക്ഷിക്കണേ, പരിപാലിക്കണമേ, അവനെ അനുഗ്രഹിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോ കർത്താവ് എന്റെ കുഞ്ഞിനെ അഭിഷേകത്താൽ നിറയ്ക്കണേന്നും അവന്റെ നാവിനെ നിന്റെ മഹത്വത്താൽ, നിന്റെ മഹത്വം വർണ്ണിക്കുന്ന നാവാക്കി തീർക്കണമെന്നൊക്കെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ പ്രാർത്ഥന വളരെ വിരളമായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കണം ദൈവമക്കളെ. എന്റെ മകൻ അഭിഷേകത്താൽ നിറയട്ടപ്പ, അവന്റെ നാവ് നിന്റെ നാവായി മാറട്ടെ. ഹല്ലേലൂയ. അപ്പാ, എന്റെ കുഞ്ഞ് എന്താകണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നു, അവൻ അതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. ചെറുപ്പകാലത്തില് അവരെ കഷ്ടതയൊന്നും അറിയാതെ നമ്മൾ വളർത്തും. നമ്മൾ അനുഭവിച്ച കഷ്ടത അവൻ അറിയരുത്. അതുകൊണ്ട് അവന് പോക്കറ്റ് മണി ഇരിക്കട്ടെ. അങ്ങനെയല്ല, അവനോട് പണത്തിന്റെ വില പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അവൻ നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ അവൻ അറിയണം. ആദ്യമൊക്കെ അവർക്ക് ഇറിറ്റേഷൻ ആയിരിക്കും, പക്ഷെ യു ഹാവ് ടു ടെൽ. അതുകൊണ്ടാണ് യോർദാൻ കടക്കുമ്പോൾ യോശുവയോട് പറഞ്ഞു, നീ ഒരു 12 കല്ലെടുത്തു നാട്ടണം. എന്തിനാണെന്നറിയാമോ? ഫോർ ദ ടെസ്റ്റിമണി. അത് സാക്ഷ്യത്തിന് വേണ്ടിയുള്ള കല്ലുകളാ, സാക്ഷ്യക്കല്ലുകളാണ്. എന്തിനാണെന്നറിയാമോ? അടുത്തു വരുന്ന തലമുറ പ്രതിസന്ധി അഭിമുഖീകരിക്കുമ്പോൾ അവർ അറിയണം, ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്തിട്ടുണ്ട്. കരകവിഞ്ഞൊഴുകുന്ന യോർദാന്റെ മുമ്പിൽ വിറങ്ങലിച്ചു നിന്ന എന്റെ പിതാക്കന്മാർക്ക് വേണ്ടി അവരുടെ കാലുകൾ യോർദാനിൽ സ്പർശിച്ചപ്പോൾ യോർദാൻ കരകവിഞ്ഞൊഴുകിയ യോർദാന്റെ ഒഴുക്ക് ദൈവം നിർത്തിയെങ്കിൽ, ഹല്ലേലൂയ. റാബാ ഷാകാല ബാബാ ബാബാ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എന്റെ അപ്പന് വേണ്ടി ദൈവം അത് ചെയ്തെങ്കിൽ, എന്റെ അമ്മയ്ക്ക് വേണ്ടി ദൈവം അത് ചെയ്തെങ്കിൽ, എന്റെ അപ്പനെ ദാരിദ്ര്യത്തിൽ നിന്നും കൈപിടിച്ച് ദൈവം ഉയർത്തിയെങ്കിൽ, ജീവിക്കാൻ നിർവാഹമില്ലായിരുന്ന എന്റെ മാതാപിതാക്കൾക്ക് ദൈവം വഴി തുറന്നു കൊടുത്തെങ്കിൽ, എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എന്റെ ദൈവം ശക്തനാണ്. അവന്റെ ഹൃദയത്തിനകത്ത് കയറ്റണം. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഞാനൊരു ഡോക്യുമെന്ററി കണ്ടപ്പോ ടെററിസ്റ്റുകളായിട്ട്, ഭീകരവാദികളായി, അങ്ങനത്തെ കുൽസിത പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരെ, ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരെ അവർ ട്രെയിൻ ചെയ്യിക്കുന്നത് ചെറുപ്പത്തിലാണ്, നന്നേ ചെറുപ്പത്തിൽ. CBN ഒരു ചെറിയ ഡോക്യുമെന്ററി ഞാൻ കണ്ടു, യൂട്യൂബിലുണ്ട്, നിങ്ങൾ പോയി കാണണം. അവര് പ്രത്യേകം റിസർച്ച് ചെയ്തു എങ്ങനെയാണ് ഈ ഇത്രയും കൊടും ക്രൂരതകൾ ചെയ്യുവാൻ. ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി അവന്റെ നെഞ്ചിലേക്ക് നിറയൊഴിക്കാൻ കൈകൾ വിറയ്ക്കാത്തത് എന്തുകൊണ്ടാണ്? അവർ പഠിച്ചത് ഇങ്ങനെയാണ്. ഗ്രാമങ്ങളിൽ ഇവർ ചെല്ലും, ഈ പ്രത്യേക മതക്കാര് ചെല്ലും. 7, 8, 10, 12 മക്കളുള്ള കുടുംബങ്ങളെ അവർ ടാർഗറ്റ് ചെയ്യും. അവരോട് പറയും, നിങ്ങളുടെ 2 കുഞ്ഞുങ്ങളെ ഞങ്ങൾ വളർത്തി പഠിപ്പിച്ച് നല്ലവരാക്കിക്കോളാം, നല്ല ജോലി കൊടുക്കാം. ഇവർ പറയും, ഓക്കെ, മതക്കാരല്ലേ വിളിക്കുന്നത്. നമ്മുടെ സെമിനാരികൾ പോലുള്ള പ്രസ്ഥാനങ്ങളുണ്ട് ഇവർക്ക്. ആ പ്രസ്ഥാനങ്ങളിൽ കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ അവർ വളർത്തും. അവരുടെ ഹൃദയത്തിലേക്ക്, ആ ചെറിയ ഹൃദയത്തിലേക്ക് ആ വെള്ള പേപ്പറിൽ എഴുതി ചേർക്കുന്നത് പോലെ തെറ്റായ ആശയങ്ങൾ എഴുതി ചേർക്കും. നിങ്ങൾക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ 10 പേരെ കൊന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 1000 പേരെ കൊന്നാൽ എന്ത് കിട്ടും? ചെറിയ ഹൃദയത്തിൽ ഇത് പതിയപ്പെടും. ഇങ്ങനെ ക്രൂരകൃത്യങ്ങൾ, ഇങ്ങനെയുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ ചെയ്ത ചിലരെ, യൗവനക്കാരെ തന്നെ അവര് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. അവര് പറയുന്നത്,
ഞങ്ങൾ ഈ ചെയ്യുന്നത് പാപമല്ല, ഞങ്ങൾ ഈ ചെയ്യുന്നത് ഞങ്ങളുടെ ദൈവത്തിന് പ്രിയകരമായ കാര്യമാണ്, ഇത് വിശുദ്ധ യുദ്ധമാണ്. ഇത്ര പേരെ കൊന്നിട്ട് ചെന്നാൽ ഞങ്ങൾക്ക് സ്വർഗത്തിൽ സമ്മാനങ്ങൾ ലഭിക്കും. അതെന്താ സമ്മാനം എന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ മോഹിപ്പിച്ച് കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിക്കുക, കുഞ്ഞിലെ അവരുടെ ഹൃദയത്തിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. ആ തെറ്റായ ധാരണകളാണ് പിന്നീട് അവരെ ഭാവിയിൽ ലീഡ് ചെയ്യുന്നത്. ദൈവമക്കളെ, ഞാൻ ആ ഡോക്യുമെന്ററിയിൽ കേട്ടത്, അറവുശാലയിലൊക്കെ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി നിർത്തും വർഷങ്ങൾ, രക്തത്തിന്റെ അറപ്പ് മാറ്റും. പിന്നീട് അവർക്ക് മനുഷ്യന്റെ വേദന കണ്ടാൽ അവർക്ക് പ്രശ്നമല്ല, അവരെ അത് ബാധിക്കില്ല. ഇതിനകത്തുനിന്ന് എന്തോ മനസ്സിലായേ? ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ ദർശനമുള്ളവരാക്കി വളർത്തുക. അവനോട് പറയണം, മക്കളെ നീ കർത്താവിന് വേണ്ടിയുള്ളവൻ. എന്റെ മാതാപിതാക്കൾ അത് ചെയ്തു, അവരതിൽ വിജയിച്ചു. ചെറുപ്പത്തിൽ തന്നെ അവരുടെ പ്രാർത്ഥന കേട്ട ഞാൻ വളർന്നത്. ഞാൻ ഓരോ ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോ, TV കാണാൻ പോകുമ്പോ അവരെന്നോട് പറയുമായിരുന്നു, മോനെ നീ കർത്താവിന് വേണ്ടിയുള്ളവനാണ്, നീ കർത്താവിന് വേണ്ടിയുള്ളവനാണ്. എനിക്കത് കേൾക്കുമ്പോൾ ആദ്യമൊക്കെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ലായിരുന്നെങ്കിലും പിന്നീട് ഞാൻ ഓരോ തെറ്റുകളിലേക്ക് വഴുതി പോകാമായിരുന്ന സാഹചര്യങ്ങളിൽ എന്റെ ചെവിക്കകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനെ കോപ്പി ചെയ്ത് പ്ലേ ചെയ്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളോട് പറയണം, അഭിഷേകം പ്രാപിക്കാത്ത മക്കളാണ് നിങ്ങളുടെ മക്കളെങ്കിൽ കൂടെ കൂടെ അവരോട് പറയണം, മക്കളെ നീ അഭിഷേകം പ്രാപിക്കണം, നീ പരിശുദ്ധാത്മാവിനാൽ നിറയണം, നീ അന്യഭാഷയിൽ സംസാരിക്കണം, നീ പ്രവചിക്കണം. നിങ്ങൾ കൂടെ കൂടെ പറയുമ്പോ പപ്പ പറയുന്നതിൽ എന്തോ കാര്യമുണ്ടെന്ന് അവന് മനസ്സിലാകും. അതങ്ങനെ പപ്പായ്ക്ക് ആദ്യം അത് വിശ്വാസം വരണ്ടേ. ഹല്ലേലൂയ. അതെങ്ങനെ അമ്മ പ്രാർത്ഥിക്കണ്ടേ. താങ്ക് യു ലോർഡ്. കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം, കുഞ്ഞുങ്ങൾ അത് കേൾക്കണം. ആമേൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഒരംശമെങ്കിലും അവർക്ക് കൊടുക്കാൻ നിങ്ങൾ ശീലിപ്പിക്കണം. അവർ നിശ്ചയമായി ജയിക്കും. നമ്മുടെ തലമുറകൾ ലോകത്തിനുള്ളവരല്ല, അവർ ദൈവത്തിനുള്ളവരാണ്. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളെ വളർത്തി ലോകത്തിന് കൊടുക്കുവാനല്ല, കുഞ്ഞുങ്ങളെ വളർത്തി ദൈവത്തിന് കൊടുക്കുവാൻ. നിങ്ങൾ ക്രിസ്തുവിനെ അവർ ഹൃദയത്തിൽ കൊടുത്താൽ നിങ്ങളെ മറന്ന് അവർ ട്രാൻസ്പോർട്ട് ബസ്സിലെ കണ്ടക്ടർ കൂടെ, പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടർ കൂടെ ഒളിച്ചോടത്തില്ല. ഊമവിഗ്രഹങ്ങളുടെ മുമ്പിൽ താലി കെട്ടുവാൻ അവർ ശിരസ് നമിച്ചു കൊടുക്കത്തില്ല. ഇത് പറയുമ്പോ വേദനയോടെ ഞാൻ പറയട്ടെ, ദൈവദാസന്മാരുടെ മക്കൾ ഉൾപ്പെടെ ലവ് ജിഹാദ് എന്ന പ്രസ്ഥാനത്തിൽപ്പെട്ട അനേകരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഡൽഹിയിൽ നിന്ന്, കൊല്ലത്ത് നിന്നൊക്കെ ഒത്തിരി സംഭവങ്ങൾ നേരിട്ടറിയാവുന്നതുണ്ട്. ആ സഭയിലെ ദൈവദാസന്മാരോടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് യൗവനക്കാരെ പറ്റി ബേർഡൻ ഉള്ളത് കൊണ്ട് ദൈവമക്കളെ കർത്താവിനെ കൊടുക്കട്ടെ. ഒരു കുഞ്ഞ് ജനിക്കുമ്പോ തന്നെ അവന്റെ പേരിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുന്ന മാതാപിതാക്കളെ എനിക്കറിയാം, നല്ല കാര്യമാണ്. പക്ഷേ ദൈവകൃപ എന്ന ഫിക്സഡ് ഡിപ്പോസിറ്റ്, അഭിഷേകം എന്ന ഫിക്സഡ് ഡിപ്പോസിറ്റ് അവരുടെ പേരിൽ നിങ്ങൾ ഇട്ടില്ലെങ്കിൽ അവരുടെ പേരിൽ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങൾ അന്യര് കൊണ്ടുപോകും. മറന്നു പോകരുത്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആ സ്നേഹ ചങ്ങലയാൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ മൂടാം. ഹല്ലേലൂയ. ആ സ്നേഹത്തിന്റെ കരങ്ങൾ കൊണ്ട് അവരെ നമുക്ക് ഹഗ് ചെയ്യാം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൈവസ്നേഹം അവരിലേക്ക് പകരട്ടെ. ആ സ്നേഹത്തിന്റെ വലയത്തിനകത്ത് അവർ നിൽക്കുമ്പോ അവരെ ഒരു പിശാചിനും തൊടുവാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങളെ പറ്റി വലിയ ദർശനങ്ങളെ കാണുക. അവർ ശ്രേഷ്ഠന്മാരായി തീരുന്നത്, അവർ ഉന്നതന്മാരായി തീരുന്നത് കാണട്ടെ. ലോകത്തെ മാത്രം അവർക്ക് കൊടുത്തോണ്ടിരിക്കാതെ വിദ്യാഭ്യാസം മാത്രം ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ട്യൂഷന് വിടുന്നു, കോച്ചിങ്ങിന് വിടുന്നു. ദൈവത്തിന് വേണ്ടി അവരെ വളർത്തുന്നില്ല. ഉത്സാഹിപ്പിച്ചു വിടണം അവരെ കൊയറിൽ ചേരുവാൻ, കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടുവാൻ, ദൈവത്തിന് വേണ്ടി തീപ്പന്തം പോലെ നിൽക്കുവാൻ തലമുറകളെ മുന്നോട്ട് ഉത്സാഹിപ്പിച്ചാട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് ധാരാളമായി നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവം അതിനായി നമ്മളെ ബലപ്പെടുത്തും. അതിനുള്ള കൃപ നമ്മൾ ചോദിച്ചു വാങ്ങിക്കണം. കർത്താവെ, കുഞ്ഞുങ്ങളെ കർത്താവിന് വേണ്ടി വളർത്തുവാൻ
അങ്ങനെ ഒരു ദർശനത്തോടെ വളർത്തുന്നെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളാക്കി ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളെ തീർക്കും. അമേരിക്കയിലെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് പ്രാർത്ഥിക്കുന്ന വല്യമ്മച്ചിയുടെ കൊച്ചുമകനാ. ഹല്ലേലൂയ. അദ്ദേഹം ബിസിനസ്സുകാരനാണോ, അദ്ദേഹത്തിന്റെ ജീവിതം ഒന്നും എനിക്കറിയില്ല. പക്ഷേ അമേരിക്ക വലിയ അപജയത്തിലേക്ക്, ആത്മീയ അരാജകത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരുന്നപ്പോൾ വൈറ്റ് ഹൗസിനെ ഗ്രീൻ ഹൗസ് ആക്കിയെന്ന പത്രക്കാർ പറയും. ഗ്രീൻ ഹൗസിനെ വിശുദ്ധിയുടെ പാതയിലേക്ക് പിന്നെയും നടത്താൻ ആ മനുഷ്യനെ അല്പമെങ്കിലും ദൈവം ഉപയോഗിച്ചെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ആ അമ്മച്ചിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. വചനം വായിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു ഉണർവിന്, വെയിൽസ് റിവൈവലുമായിട്ട് കണക്റ്റഡ് ആയ ഒരു അമ്മച്ചിയുടെ പ്രൊഡക്റ്റാണ് ഡൊണാൾഡ് ട്രംപ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, തലമുറകൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കാം. കർത്താവ് കാൽവറിയിൽ കിടന്നുകൊണ്ട് അതാ പറഞ്ഞു, നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി അലമുറയിട്ട് കരയണം, പ്രാർത്ഥിക്കണം. ആ കാലങ്ങളിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നമ്മുടെ തലമുറകളെ ദൈവം ശക്തമായി ഉപയോഗിക്കട്ടെ. ഈ ഒരു മാസം പുതിയൊരു മാസമാണല്ലോ. അഭിഷേകത്തിന് മുൻതൂക്കം കൊടുക്കുന്ന മാസമാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ടില്ലാത്ത ദൈവമക്കൾ അതിനുവേണ്ടി ഒരുങ്ങുന്ന മാസമായി തീരട്ടെ. 2020 ഡിസംബർ അവസാനിക്കുന്നതിന് മുമ്പേ അഭിഷേകത്തിൽ നിറയും, കർത്താവിനെ നിറയ്ക്കും എന്ന് പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക. അതിനായി മുന്നോട്ട് നടക്കുക. ഗോഡ് ബ്ലസ് യു.